അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്നലെ ഒരു ദിക്റിന്റെ ശ്രേഷ്ഠത പറഞ്ഞല്ലേ. അതേ ദിക്റ് തന്നെ മറ്റ് ഒരു സന്ദർഭത്തിൽ നമുക്ക് ചൊല്ലുമ്പോൾ അതിന്റെ ശ്രേഷ്ഠതയാണ് ഇന്ന് ഞാൻ പറയുന്നത്. സുബഹ് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ദിക്റുകൾ സുബഹിക്കും മഗ്രിബിനു ശേഷം 10 തവണ ചൊല്ലിയാൽ അയാൾക്ക് അവ ഓരോന്നിനും 10 നന്മകൾ വീതം രേഖപ്പെടുത്തുകയും അയാളുടെ 10 തിന്മകൾ മായ്ക്കപ്പെടുകയും അയാളുടെ 10 പദവികൾ ഉയർത്തപ്പെടുകയും എല്ലാ വെറുക്കപ്പെടുന്ന പാപങ്ങളിൽ നിന്നും അയാൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. കൂടാതെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അയാളിൽ നിന്ന് ചെറുതും വലുതുമായ ശിർക്കല്ലാത്ത മറ്റു പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുകയും ചെയ്യും. ശേഷം അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയാലല്ലാതെ അയാളെക്കാൾ ഉത്കൃഷ്ടമായിട്ട് ആരും ഉണ്ടാകില്ല. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, സുബഹിക്ക് ശേഷം നമ്മൾ തഹിയ്യാത്തിൽ ഇരിക്കുന്ന അതേ പോലെ ഇരുന്നിട്ട് ഒന്നും സംസാരിക്കാതെ വേണം ഈ ദിക്റുകൾ ചൊല്ലാൻ എന്ന്. അപ്പോഴാണ് അതിന് ഒരുപാട് ശ്രേഷ്ഠതയും മഹത്വവും പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ദിക്റിലായിക്കൊണ്ട് തന്നെ ഇത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. 10 തവണ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. വളരെയധികം പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്.